ഹായ്, എല്ലാവർക്കും ബിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ബി ചേച്ചി. എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സുഖമായിട്ടിരിക്കുന്നു. ദൈവം സഹായിച്ച് ഞങ്ങളിവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്നൊരു ദിവസം ദൈവം ദാനമായി തന്ന ദൈവത്തിന് നന്ദി പറയാം. അപ്പം ഇത് കണ്ടോ, ഇത് എത്ര ദിവസമായി, ഇപ്പോൾ ഒരാഴ്ചയായെന്ന് തോന്നുന്നു. ഒരാൾ ഗ്രീൻ ആപ്പിളാണെന്നും പറഞ്ഞ് റേച്ച വാങ്ങിച്ചുകൊണ്ടിരുന്നില്ല, സപ്പർച്ചനായിരുന്നു. പോള് ഗ്രീൻ ആപ്പിളാണെന്നും പറഞ്ഞ് കൊണ്ടുവന്നുണ്ടെങ്കിൽ ഒരെണ്ണം എടുത്ത് അങ്ങ് കഴുകി കഴിഞ്ഞിട്ടൊക്കെ കഴിച്ചു. പക്ഷെ അത് കഴിഞ്ഞ് ഇവിടെ ഇങ്ങനെ കിടക്കും. ഇത് ഞാനേ തിന്നുന്നുള്ളൂ. ഇതൊരിത്തിരി പുളിപ്പാണ്. നമ്മളിവിടെ പേർന്ന് പറയുന്ന ഒരു സാധനമുണ്ട്, അത് ഇതിൻ്റെയൊക്കെ ഒരു കൂട്ടത്തിൽ വരും. പക്ഷെ അത് നല്ല മധുരമാണ്, ഇത്തിരി സോഫ്റ്റായി. ഇത് ഇത്തിരി കടക്കാൻ ഇച്ചിരി പുളിയൊക്കെ പോരാ. അപ്പോൾ കിടന്നിപ്പോൾ ഇത് ഞാനായിപ്പോൾ തിന്നുന്നത്. അധികം ഒത്തിരി ഓവർ മധുരമില്ല. എനിക്കൊന്നും ഇത് ഈ നെല്ലിക്കാടെയൊക്കെ വരും, ഇതുപോലൊക്കെ വരും. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്, ഞാനിത് കൊച്ചിൻ്റെ ബർത്ത്ഡേയുടെ മുമ്പിട്ട് എടുത്തു വെച്ചൊരു വീഡിയോയാണ്. അപ്പം ഈ സൺഡേ ഞാൻ വ്ളോഗ് ഇടാത്തതുകൊണ്ട് എനിക്കൊരു വീഡിയോ പെൻഡിങ്ങിൽ വരും. അപ്പം ഇത് ഞാൻ നേരത്തെ എടുത്തു വെച്ചതാ. അന്ന് ഒരു കപ്പയൊക്കെയാണ് ഉണ്ടാക്കുന്നത്. അന്ന് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഒരു കിഴങ്ങ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതാ ഇന്ന് കപ്പ ഉണ്ടാക്കുന്നത്. പിന്നെ കഴിഞ്ഞ ദിവസത്തെ വീഡിയോ കണ്ടിട്ട് മോനെ എല്ലാവരും വിഷ് ചെയ്ത് ഒത്തിരി നന്ദിയുണ്ട്. ഒരു മിനിറ്റ്. റീസ മോനെ ഒത്തിരി പേര് ഉടുപ്പിടാതെ നടക്കുന്നേ. ഉടുപ്പിടുന്ന പറഞ്ഞാൽ ഇപ്പോൾ ഒരു ഉടുപ്പെടുത്തിട്ട് തിരിച്ചിട്ട് പോയി. ഒത്തിരി പേര് മോന് വിഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എല്ലാവർക്കും ഒരു താങ്ക്സ് പറഞ്ഞേ. നന്ദി. എല്ലാവർക്കും. ഈ മുടിയൊക്കെ എന്തോ ഇങ്ങനെ? അപ്പം ബസ്സിൽ ഇവരൊക്കെ കിടന്ന് ഭയങ്കര പാട്ട്. എനിക്ക് ഇന്നാ മനസ്സിലായത്. ഇന്ന് വന്നോണ്ടേ പറഞ്ഞ ബസ്സിൽ ആൻറ്റി ഒരു റൂള് വെച്ചിട്ടുണ്ട്. എന്നൊക്കെയാ? ട്യൂസ്ഡേയും തേഴ്സ്ഡേയുമേ പാട്ട് പാടാൻ പറ്റത്തുള്ളൂ ബസ്സിൽ. അല്ലാത്തപ്പം നിന്റെ ഐ ഡി കാർഡ് എടുത്തിട്ടുണ്ടോ? പാട്ട് പാടുന്ന പിള്ളേരുടെ ഐ ഡി കാർഡ് അങ്ങനെ പേടിച്ചിരിക്കുക. ആൻറ്റിക്ക് ചെവിയും തലയും കേൾക്കുന്നില്ലായിരിക്കും നിന്റെയൊക്കെ വായൊക്കെ കൊണ്ട്. അതുകൊണ്ടാ. ഇനി എന്തെടുക്കാൻ പോവാ? ബർത്ത്ഡേ എങ്ങനെ ഉണ്ടായിരുന്നു? എന്നിട്ട് എന്തൊക്കെ വാങ്ങിച്ചു തന്നു പപ്പ? പിന്നെ പൊറോട്ട, പിന്നെ ബിരിയാണി റൈസും. ഹാപ്പി ആയിരുന്നോ? ചോക്ലേറ്റ് ഒക്കെ കൊണ്ട് കൊടുത്തോ സ്കൂളിലൊക്കെ? ഓക്കെ. ഇച്ചയും കൂടെ കണ്ടിട്ട് നിർത്തുക കേട്ടോ. അത് പിള്ളേരാകുമ്പോൾ അവർക്ക് ഇതൊക്കെ ഭയങ്കര. ക്ലാസ്സിലാന്നേലും ബർത്ത്ഡേയുടെ അന്ന് യൂണിഫോം അല്ല, നോർമൽ ഡ്രസ്സ് ഇട്ടുകൊണ്ട് വന്നിട്ട് നിർത്തി പിള്ളേരെല്ലാം ഹാപ്പി ബർത്ത്ഡേ പാടും. അപ്പോഴത്തേക്കിനൊക്കെ ഇവർക്കൊക്കെ ഭയങ്കര സന്തോഷമല്ലേ. നമ്മുടെ സമയത്തോ ഇതൊന്നും നമുക്ക് സ്കൂളിലൊന്നും അങ്ങനെ ഇല്ലായിരുന്നു. ഒരു ചോക്ലേറ്റ് പോലും കൊണ്ടുപോകത്തില്ലായിരുന്നു. ഓക്കെ. അയ്യോ, ഒരു കാര്യം പറയാൻ മറന്നുപോയി. കഴിഞ്ഞ 2 ദിവസത്തിന് മുമ്പിട്ട് ഒരു കമൻറ്റ് വന്നു. പിന്നെ എല്ലാവരുടെയും വീട്ടിൽ മക്കളുമാർ ഇവിടുത്തെ കൂട്ടൊക്കെയാണ്. ദോശ ഇഡലിയും കൊടുത്താൽ ചട്നി വേണം, സാമ്പാർ വേണ്ട, സാമ്പാർ വേണം, ചട്നി വേണ്ട, അങ്ങനെയൊക്കെയുള്ള ഇതാണ്. എന്താ പുള്ളിക്കാരുടെ വീട്ടിലും മക്കൾ ഈ ഇഡലിപ്പൊടി എന്നും പറഞ്ഞൊരു പൊടി, എൻ്റെ ഹസ്ബൻഡിനും അത് ഇഷ്ടമായി. ഒരു മദ്രാസി, അതായത് ഇവിടെ ഒരു മാവൊക്കെ അരച്ച് കൊടുക്കുന്ന ഒരു തമിഴ് ആൻറ്റി ഉണ്ട്. എന്നാൽ അവരുടെ അവിടെ ഈ മദ്രാസി ഈ ഇഡലി പൗഡർ എന്ന് പറയും. ആ പൗഡർ നമ്മുടെ ഈ ഉഴുന്ന് പൊടി ഒക്കെ വെച്ച് ചെയ്യുന്നതാണ്. അത് വെളിച്ചെണ്ണ ഒഴിച്ച് ഇങ്ങനെ കഴിച്ചാൽ മതി. അത് എൻ്റെ ഹസ്ബൻഡിന് ഈ ചട്നിയൊക്കെ ആയൊക്കെ ഇഷ്ടം. എൻ്റെ ഹസ്ബൻഡിന് അത് ഇഷ്ടമാണ്. ചിലപ്പോൾ പ്രൈസമ്മോനും അത് ഇഷ്ടമാണ്. ഇച്ചിരി എരിവൊക്കെ ഉണ്ട്. അപ്പോൾ പുള്ളിക്കാരി പറയുമായിരുന്നു, മക്കളും ചിലപ്പോൾ അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യും, ഹസ്ബൻഡ് അഡ്ജസ്റ്റ് ചെയ്യത്തില്ല.
വിജയുടെ കാര്യം ഓർക്കുമ്പോൾ ഒരു മോട്ടിവേഷനാണ്. അത് കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്കങ്ങ് സന്തോഷം. കാരണം നമ്മൾ മുഖേന ആർക്കെങ്കിലും ഒക്കെ ഒരു മോട്ടിവേഷനോ പ്രയോജനമോ ഒക്കെ ഉണ്ടാവുന്നെങ്കിൽ നല്ലതല്ലേ. നമ്മൾ ചിന്തിക്കേണ്ട, നമ്മൾ ആരും ചിന്തിക്കേണ്ട നമ്മൾ കൊണ്ടൊരു ഒന്നും ഒക്കത്തില്ല. ഒരു 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 കാര്യത്തിലല്ലെങ്കിൽ മറ്റൊരു കാര്യത്തിൽ ദൈവം എല്ലാവർക്കും ഓരോ കഴിവ് കൊടുത്തിട്ടുണ്ട്. അതോർത്ത് നമ്മൾ സന്തോഷിക്കുക. നമ്മുടെ കഴിവ് എന്താണെന്ന് നമ്മൾ തന്നെ കണ്ടെത്തുക. ഇപ്പം ഞാൻ ഈ അച്ചാർ ബിസിനസ് തുടങ്ങി, ചിലർ ചിന്തിക്കും അച്ചാർ ബിസിനസ് എന്ന് കേൾക്കുമ്പോൾ ഇതെന്തോ ഒരു താണ നിലവാരം ചിന്തിക്കും. പക്ഷേ നമ്മളടുത്തെങ്കിലും നമ്മളൊരു 100 രൂപ ചോദിച്ചാൽ ഈ ആരേലും നമുക്ക് തരുമോ? നമ്മൾ കഷ്ടപ്പെട്ടാൽ നമുക്ക് 5 പൈസ നമ്മുടെ കയ്യിൽ കിട്ടും. കഷ്ടപ്പാടാണ്, നല്ല കഷ്ടപ്പാടാണ് ഈ അച്ചാർ ബിസിനസ് എന്ന് പറഞ്ഞാൽ. നല്ല കഷ്ടപ്പാടാണ്. വെയിലത്താന്നേലും മഴയത്താന്നേലും സാധനങ്ങളൊക്കെ പോയി വാങ്ങിച്ചുകൊണ്ട് വരണം, അതെല്ലാം ഉണ്ടാക്കണം. വീട്ടുജോലി, അച്ചാർ ബിസിനസ്സൂടെ ആരെങ്കിലും ഹെൽപ്പ് ചെയ്യാനുണ്ടെങ്കിൽ പോട്ടെന്ന് പറയും. നമുക്ക് കൊണ്ടുപോകാൻ എനിക്ക് ഒത്തിരി ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. കാരണം ഈ പിള്ളേരുടെ കാര്യങ്ങൾ നോക്കണം, അവരെ സ്കൂളിൽ വിടണം, അവരുടെ ഫുഡുകൾ ഉണ്ടാക്കണം, അപ്പച്ചൻ്റെ കാര്യം നോക്കണം. എല്ലാം നോക്കിയിട്ട് ഇതോടെ ചെയ്യുന്നത് ഞാൻ എൻ്റെ ദൈവത്തിന് എപ്പോഴും നന്ദി പറയും. ഇത്രയെങ്കിലുമൊക്കെ ചെയ്യാൻ ദൈവം ആരോഗ്യം തരുന്നല്ലോ എന്ന്. അതിൽ നിന്ന് നമുക്കൊരു 5 പൈസ കിട്ടും. കഷ്ടപ്പെട്ട് അന്നേരം ഒരു വിഷമം കഷ്ടപ്പാടൊക്കെ നമ്മുടെ കൊണ്ടെങ്കിലും അത് വിറ്റിട്ട് നമ്മുടെ കയ്യിലൊരു ഇത്തിരി പൈസ കിട്ടുക എന്ന് പറയുന്നത് ഒരു വലിയ ആശ്വാസം. അപ്പം അതുപോലെ അച്ചാർ നിങ്ങൾ ആർക്ക് വാങ്ങിക്കാൻ താല്പര്യമില്ലെങ്കിൽ നിങ്ങളൊന്ന് ഷെയർ ചെയ്യുക കേട്ടോ. ഇങ്ങനൊരു ബോംബെയിലൊരു പാവം ചേച്ചിയുണ്ട് കേട്ടോ, നിങ്ങൾക്ക് അച്ചാർ വേണമെങ്കിൽ നിങ്ങളൊന്ന് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് പറയണേ. പിന്നെ വെളിയിലൊക്കെ ഉള്ളൊരു നാട്ടിൽ വരുമ്പം പറയണം, നിങ്ങളൊന്നും അവരുടെ കയ്യിൽ നിന്നൊക്കെ ഇവിടുന്ന് എൻ്റെ ഒരു USA ഒരു ആൻറ്റി ഉണ്ട്. ആ പുള്ളിക്കാരി ഇപ്പം 3 വർഷം കൊണ്ട് എപ്പം എറണാകുളത്താണ് താമസിക്കുന്നത്, എപ്പം നാട്ടിൽ വന്നാലും ഇവിടുന്ന് എൻ്റെ നേരത്തെ പറയും ബിജി എനിക്ക് ഇത്ര വേണം, ഇപ്പം ആൻറ്റിക്ക് നെല്ലിക്കയൊക്കെ വേണമെന്ന് പറഞ്ഞാൽ അതിന് വേണ്ടിയാണ് ഞാൻ ഇന്ന് നെല്ലിക്കയൊക്കെ വാങ്ങിക്കാൻ പോകുന്നുണ്ട്. ഇപ്പം സീസണല്ല, നെല്ലിക്കയുടെയും സീസണല്ല, മാങ്ങയുടെ സീസണല്ല. പക്ഷേ എനിക്ക് വേണ്ടിപ്പെട്ട ഒരു ആൻറ്റിക്കും മാങ്ങ വേണമായിരുന്നു. അപ്പം ഞാൻ ഈ സമയത്ത് ഞാൻ വിലയാണെങ്കിൽ ഞാൻ അച്ചാറിടാറില്ല. പിന്നെ അവരോട് പറയും ഇന്നതുപോലെ. അപ്പം ആൻറ്റി എനിക്ക് പൈസ ഇട്ട് വെച്ചിട്ട് പറഞ്ഞു വിജി ഇടുമ്പോൾ എനിക്ക് തരണേന്ന്. അതുകൊണ്ട് ഞാൻ അത്രയ്ക്ക് എനിക്ക് അങ്ങ് ഒഴിയാൻ വയ്യാത്തുണ്ടെങ്കിൽ ഞാൻ പറയും ഇത്ര. എനിക്ക് അവരോട് പറയാൻ തന്നെ ഒരു നാണക്കേട്. നമ്മൾ ലിസ്റ്റിൽ ഞാൻ ചിലപ്പോൾ അറിയാതെ ലിസ്റ്റ് ഇട്ടങ്ങ് കൊടുക്കും. അപ്പം ഞാൻ ഈ സീസൺ സമയത്തെ റേറ്റ് ഇട്ടാണ് ഞാൻ ഈ ബില്ലിട്ട് കൊടുക്കുന്നത്, നമ്മൾ ഈ ലിസ്റ്റ് ഉണ്ടാക്കിയേക്കുന്നത്. അപ്പോൾ സീസൺ അല്ലാത്ത സമയത്ത് മാങ്ങയ്ക്കാണെങ്കിലും ഇപ്പോൾ മാങ്ങ 120-130 രൂപയ്ക്കാണ് കിലോ, നെല്ലിക്ക അതുപോലെ. അപ്പോൾ അവന്മാർ അന്നാണ് പറഞ്ഞായിരുന്നു അവന്മാർ ഈ ജൂലൈയിലൊക്കെ സീസൺ, പക്ഷേ ഇനി ഒക്ടോബർ നവംബറിലെ സീസൺ എന്നാണ് പറയുന്നത് നെല്ലിക്ക. അപ്പോൾ അതിനുവേണ്ടി ഞാൻ അങ്ങനെ റേറ്റ് കുഴപ്പമില്ല വിജി എന്ന് പറയുന്നവർക്ക് ഞാൻ ഇട്ട് കൊടുക്കും. അപ്പോൾ നിങ്ങൾ അതുപോലെ ഒരു പാവം ചേച്ചി ബോംബെയിലുണ്ട്, നിങ്ങൾ ആർക്കെങ്കിലും വേണമെങ്കിൽ ഒന്ന് വാങ്ങിക്കണേന്ന് പറയുന്നത് ഷെയർ ചെയ്ത് കൊടുക്കണേ. എങ്ങനെയും നമ്മൾ ജീവിച്ചു പോട്ടെ. ഓക്കെ, നിങ്ങളിൽ നിന്ന് അങ്ങനെയെങ്കിലും ഒരിക്കലും പ്രയോജനം ഉണ്ടാവട്ടെ. നിങ്ങളിൽ നിന്ന് ഞാൻ വേറെ നെഗറ്റീവ് നിങ്ങൾ ചിന്തിക്കല്. ഇപ്പം നാട്ടെ എൻ്റെ ഒരു സബ്സ്ക്രൈബർ പുള്ളിക്കാരിയുടെ കൂട്ടുകാരി അഹമ്മദാബാദിൽ ഉണ്ട്. അപ്പം പുള്ളിക്കാരി നാട്ടിൽ ആരെങ്കിലും അച്ചാർ ഉണ്ടാക്കുന്നവരുണ്ടോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പുള്ളിക്കാരി എൻ്റെ കാര്യം പറഞ്ഞ് അങ്ങനെ ഇപ്പം എൻ്റെ കയ്യിൽ നിന്ന് അച്ചാറൊക്കെ വാങ്ങിച്ചു. അങ്ങനെ ഓരോരുത്തരും ഒന്ന് ഷെയർ ചെയ്താൽ നല്ലതായിരുന്നു കേട്ടോ. ഓക്കെ, രാവിലെ പെട്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കിയിട്ട് ഞങ്ങൾക്ക് നെല്ലിക്കയും മാങ്ങയൊക്കെ വാങ്ങിക്കാനായിട്ട് പോകണം. അപ്പോൾ ഇവിടെ മാർക്കറ്റ് ഈ പറയുന്ന നമ്മൾ വാങ്ങിക്കുന്ന അവരിരിക്കുന്നത് രാവിലെ ഒരു 10-10:30 ആകുമ്പോഴത്തേനും അവരുടെ ക്ലോസ് ചെയ്തിട്ട് അവർ വേറെ സ്ഥലത്ത് പോകും. എന്നിട്ട് പിന്നെ വൈകിട്ട് ഇരിക്കും. അങ്ങനെ അവരുടെ സമ്പ്രദായം. അപ്പോൾ അവർ രാവിലെ വരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് 10:30 മുമ്പിട്ട് ചെല്ലണം അവിടെ, അല്ലെങ്കിൽ അവർ കെട്ടിപ്പറക്കി വേറെ സ്ഥലത്ത് പോകും. അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ ഉണ്ടാക്കുന്നത് അവലും കൊണ്ടുള്ള പോഹയാണ് ഉണ്ടാക്കുന്നത്. അപ്പം ഞാൻ കപ്പലണ്ടിയൊക്കെ വറുത്ത് ഇന്ന് അവന്മാരുടെ അടുത്ത് ഞാൻ പറഞ്ഞ് കപ്പലണ്ടി ഇടുന്നുണ്ട്, അതിൽ നിന്ന് എടുത്ത് മാറ്റി. സത്യം പറഞ്ഞാൽ ഞാൻ വറുത്ത് മാറ്റാനാണ് ചിന്തിച്ചത്. ഇന്നത്തെ കൂട്ട് വറുത്ത് മാറ്റിയിട്ട് പിന്നെ ഇതിടാന്ന്. പക്ഷേ ഇല്ല, പെട്ടെന്നുള്ള വെപ്രാണത്തിൽ കപ്പലണ്ടി വറുത്തിട്ട് അതിൻ്റെ കൂടെ അങ്ങ് പിന്നെ സവാളയും പച്ചമുളകും ഒക്കെ അങ്ങ് ചേർത്ത് മറന്നുപോയി. അത് മാറ്റി ഒരു പ്ലേറ്റിലോട്ട് ആക്കാനായിട്ട്. പിന്നെ കൊടുത്തുടനെ ഞാൻ പ്രീസമ്പനടുത്ത് പറഞ്ഞ് എടുത്തിങ്ങ് മാറ്റുന്നു. പക്ഷേ 1-2 എണ്ണമൊക്കെ കഴിച്ചു കേട്ടോ, കുഴപ്പമില്ലായിരുന്നു. ഞാൻ കൊടുക്കുന്നുണ്ടേ കുറച്ചേ അവർക്ക് ലഗേജ് ഇട്ട് കൊടുക്കത്തുള്ളൂ. എന്നിട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് ഇച്ചിരി ഉപ്പ് കലക്കി ഒഴിക്കുമായിരുന്നു.
അപ്പോൾ ഞാൻ ഇൻട്രോയിൽ പറഞ്ഞില്ലേ ഇപ്പോൾ സീസണൊന്നും അല്ലല്ലേ മാങ്ങയുടെയൊക്കെ, അപ്പോൾ ഒഴിയാൻ വയ്യാത്തത് കൊണ്ട് ഞാനിങ്ങനെ ഇന്നിപ്പോൾ ഞങ്ങൾ നേരത്തെ ഇവരോട് വിളിച്ച് ചോദിച്ചായിരുന്നു ഒരു 3-4 ദിവസത്തിന് മുമ്പിട്ട്. അന്ന് ഇവിടെ മുംബൈയിൽ ഭയങ്കര മഴയുള്ള സമയമായിരുന്നു. അപ്പോൾ വിളിച്ച് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ കൊച്ചു പറഞ്ഞ് ഇങ്ങനെ വരുന്നില്ല, കാരണം മഴയായതുകൊണ്ട് സാധനം പോലും എടുക്കാൻ പറ്റുന്നില്ല, ഇപ്പം ഇല്ലെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഇവർ ഇങ്ങോട്ട് ഫോൺ ചെയ്ത് കഴിഞ്ഞ ദിവസം ഇങ്ങനെ ഉണ്ട്, മാങ്ങ ഇത്തിരി വിലയാണ്, സാധനം വന്നിട്ടുണ്ടെന്നും പറഞ്ഞു. പക്ഷെ ഞങ്ങൾ ചെന്നപ്പോഴും മാങ്ങ ഞങ്ങൾ എടുത്തു കഴിഞ്ഞിട്ട് ഒരു 3-4 അധികം ഉള്ളായിരുന്നു. അങ്ങനെ പെട്ടെന്ന് വന്നിട്ട് പോയി. അപ്പം നാരങ്ങ നാരങ്ങ എനിക്ക് വെള്ള നാരങ്ങ ഓർഡർ വന്നിട്ട് കിടക്കുക. ഞാൻ കഴിഞ്ഞ വർഷമൊക്കെ ഈ ജൂൺ സമയത്തൊക്കെ വില കുറവായിരുന്നു. പക്ഷേ ഇപ്രാവശ്യവും അവർ മഴയാ എല്ലാം പൊഴിഞ്ഞു പോയി കിട്ടുന്നില്ലെന്ന് പറഞ്ഞിരിക്കുക. ഇനി അതുകൂടെ ഒന്ന് പോയി നോക്കണം. ഇങ്ങനെ ഓരോന്ന് ഇപ്പോൾ ഇട്ടിട്ടിങ്ങനെ വന്നുകൊണ്ടിരിക്കുക. നെല്ലിക്ക ഇട്ടിട്ട് പിന്നെ മാങ്ങ ഇടണം, പിന്നെ എണ്ണമാങ്ങ ഒരിച്ചിരി സാമ്പിളിന് വേണ്ടി എണ്ണമാങ്ങ അച്ചാറൊന്നും ഇടണമെന്നുണ്ട്. അപ്പോൾ പൊഹയൊക്കെ നമ്മുടെ റെഡി ആയിട്ടുണ്ട്. ഇനി എല്ലാവർക്കും കൊടുത്തിട്ട് പിന്നെ ഉടനെ ഞാനും റേച്ചാനൂടെ മാർക്കറ്റിലോട്ട് പോവാം. ഇവിടെ പിന്നെ നമുക്കെല്ലാം തിരഞ്ഞ് പറക്കി എടുക്കാവുന്നത് കൊണ്ട് കുഴപ്പമില്ല. നാട്ടിലൊക്കെ എനിക്ക് തോന്നുന്നില്ല തിരഞ്ഞ് പറക്കി എടുക്കാൻ സമ്മതിക്കുമെന്ന്. അപ്പോൾ അതിൽ നിന്ന് നല്ലത് നോക്കി ഒരു 4-5 കിലോ നെല്ലിക്ക വേണമായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇപ്പുറത്ത് ഉണ്ടമുളക് പോലൊരു മുളക് ഇരിക്കുന്നു. അത് ഞാൻ ഇച്ചിരി ഒന്ന് പൊട്ടിച്ച് മണപ്പിച്ച് നോക്കിയുണ്ട്. ഉണ്ടമുളകിൻ്റെ മണമൊന്നുമില്ല, സാധാ കണ്ടപ്പോൾ ഞാൻ ചിന്തിച്ചത് നമ്മുടെ ഉണ്ടമുളകാണ് നാട്ടിലത്തെ. അപ്പം ഞാൻ പോയി നെല്ലിക്കയും മാങ്ങയും വാങ്ങിച്ചുകൊണ്ട് വന്ന് രാവിലത്തെ എല്ലാം കഴിഞ്ഞ് പ്രീസമ്മോനെ ഒരുക്കി നിർത്തിയിട്ടാണ് പോയത്. ഇപ്പോൾ വന്നിട്ടിനിയും എല്ലാം ചെയ്യണം. അതവിടെ വെച്ചേക്കുന്നു. ഇച്ചിരി മീനുണ്ട്, അതെടുത്ത് വെള്ളത്തിൽ ഇട്ട്. അന്ന് ഒരു കപ്പ എടുത്ത് വെച്ചായിരുന്നല്ലേ, അതും ഒന്ന് വേവിക്കാമെന്ന് വെച്ച്. അപ്പോൾ ഇല്ലേ ഒരു 5 കിലോ നെല്ലിക്ക 5 കിലോ മാങ്ങയും വേണമായിരുന്നു. അത്രയും നിന്ന് കുനിഞ്ഞ് ഇങ്ങനെ എടുത്തിട്ട് എനിക്കങ്ങ് കാട്ടു ഭയങ്കര വേദന. കുനിഞ്ഞ് നിന്നെല്ലാം നമുക്ക് നോക്കിയെടുക്കണമായിരുന്നു. അപ്പം എനിക്ക് എല്ലാവർക്കും നിങ്ങൾക്കൊക്കെ ഇങ്ങനെ ഉണ്ടാവുമോ? എനിക്ക് ചിലപ്പോൾ ഇച്ചിരി വെയിറ്റൊക്കെ എടുത്തിട്ട് ഇങ്ങനെ വരുമ്പോഴേ കുറച്ച് നേരം ഇങ്ങനെ അങ്ങ് വിറയ്ക്കും. അപ്പോൾ ഇപ്പോൾ അതുപോലെ തന്നെ അങ്ങ് വിറയ്ക്കും. ഇത്രയും നേരം കുനിഞ്ഞ് നിന്ന് എടുത്തെല്ലാം നോക്കി എടുത്തോണ്ട് ഇവിടെ ഈ ടൈലിൻ്റെ ഇവിടെ ഭയങ്കര വേദന. അതവിടെ വെച്ചിട്ടുണ്ട്. ഇനി എടുത്ത് മാങ്ങ ഇനിയും കഴുകിയൊക്കെ ഒന്ന് ഉണ്ടാക്കണം. ഈ ഉച്ചക്കത്തെ വല്ലതും ഒന്ന് നടക്കട്ടെ. ഇന്നത്തെ മോരും തോരനൊക്കെ ഇരിപ്പുണ്ട്. എന്നാലും ഒന്ന് ബാക്കിയും ഇതൊക്കെ ഇവിടെ ഒന്ന് ചെയ്യട്ടെ. മഴ കോള് കാരണം ഇവിടെ എല്ലാം ഇരുട്ട്, ഭയങ്കര കോള്. ഞങ്ങൾ പോയെണ്ണേ മഴയില്ലായിരുന്നു, കാര്യമായിട്ട്. എന്നാൽ റീച്ചാൻ കൊണ്ടുവന്നിരുന്നു ഒരു കിഴങ്ങുണ്ടായി. എനിക്ക് തോന്നിയൊരു 3/4 കിലോ, ചിലപ്പോൾ 1 കിലോ കാണുമോ അത്ര. വീട്ടിൽ ഇന്ന് ഉച്ചയ്ക്കെല്ലാം കഴിഞ്ഞിട്ടാണ് വീട്ടിൽ വിളിക്കുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ ഇങ്ങനെയൊക്കെ ആയതുകൊണ്ട് ഇച്ചിരി ലേറ്റായിട്ടാണ് വിളിച്ചത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു കപ്പ ഉണ്ടായിരുന്നു, അതെടുത്തൊന്ന് വേവിച്ചമ്മോ എൻ്റെ മക്കളെ നീ എത്ര പേരെ അത് കൊടുക്കും, എത്ര പേര്? ഞാൻ പറഞ്ഞ് ഉച്ചയ്ക്ക് ഞാൻ എടുത്തില്ല. ഉച്ചയ്ക്ക് ഇവർക്കൊക്കെ ഞാൻ ചപ്പാത്തിക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കാമെന്ന് വെച്ചില്ല. 5 അപ്പം കൊണ്ട് 5000 പേരെ പൊഴിപ്പിച്ചെന്ന് പറഞ്ഞ പോലെ ഇവിടെ റേച്ചാൻ വേണ്ട. ഇവിടെ പ്രൈസമ്മോനും ഭയങ്കര ഇഷ്ടമാണ്, പൂൾമോനും ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ എൻ്റെ കാര്യം പറയണ്ടല്ലേ, പിന്നെ ഡാഡിയുടെ കാര്യം പറയണ്ടേ. ഞങ്ങൾ 4 കപ്പക്കാർ കൊതിക്കാരാണ്. അങ്ങനെ കപ്പ ഇങ്ങനെ ഒന്ന് കഴുകിയെടുത്തിട്ട് ഈ കപ്പ അത് ഞാൻ നോക്കിയോണ്ടേ ഒന്ന് തിളച്ചപ്പോഴേ മനസ്സിലായി അത് വേവുന്നതാണ്. അതുകൊണ്ട് കുക്കറിൽ എനിക്കിടേണ്ട ആവശ്യം വന്നില്ല. അന്ന് കൊണ്ടുവന്നത് ഞാൻ പറഞ്ഞില്ല മിക്സിങ് ആയിരുന്നെന്ന്, ഇത് പക്ഷേ വേവുന്നതായിരുന്നു. അങ്ങനെ ഞാനതൊന്ന് കഴുകി അടപ്പത്തോട്ട് വെച്ച് പിന്നെ ചിന്തിച്ചിരുന്നുകൊണ്ട് പെട്ടെന്ന് ചിന്തിച്ചെന്നാൽ ചപ്പാത്തിക്ക് ഇങ്ങനെ മുട്ട ബുർജി പോലെ ഉണ്ടാക്കാമെന്ന്. പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നത് ഇതൊക്കെയല്ല ഉള്ളൂ. അങ്ങനെ അതാണെങ്കിൽ എല്ലാവരും സന്തോഷമാണല്ലേ. അപ്പോൾ ഞാൻ ചീനച്ചട്ടി അടപ്പത്ത് വെച്ച് കുറച്ച് സവാള അരിഞ്ഞിട്ട് കുറച്ച് അങ്ങോട്ട് ഇട്ട് കൊടുത്ത് പിന്നെ വീണ്ടും ബാക്കിയും കൂടെ അരിഞ്ഞിടുമായിരുന്നു. അപ്പോൾ റേച്ചാൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞായിരുന്നു നേരത്തെ വരുവാണെങ്കിൽ ഡിമാർട്ടിൽ നിന്ന് എനിക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വേണമായിരുന്നു. അപ്പോൾ റേച്ചാൻ പറഞ്ഞ് വാട്സപ്പ് ഇങ്ങനെ ഡിമാർട്ടെന്നും പറഞ്ഞൊരു ഗ്രൂപ്പ് ഉണ്ടാക്കി പോളിനോട് പറയാം. ഞാൻ പറഞ്ഞു ഇനി പോളിൻ്റെ അടുത്തൊന്നും പറയണ്ട, ഞാനങ്ങ് വാട്സപ്പിൽ ഇട്ട് തരാം എന്തൊക്കെയാണ് വേണ്ടിയെന്നുള്ളത്. വരുന്ന സമയത്ത് റേച്ചാൻ നോക്കിയാൽ മതിയെന്ന്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ഓരോന്ന് സാധനങ്ങൾ നമ്മൾ ഈ അടുക്കളയിൽ നിൽക്കുമ്പോഴാണ് ഓർക്കുന്നത്. അങ്ങനെ അടുക്കള ഞാനൊരു ബുക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ ബുക്ക്
ബുക്കിരുന്നാലും ചിലപ്പം എഴുതത്തില്ല, പിന്നെ എഴുതാമെന്നും പറഞ്ഞിരിക്കും. ആ ഓൺ ദ സ്പോട്ട് എഴുതിയാൽ ഇരിക്കും. ഭയങ്കര മറവിയാണ് എനിക്കിപ്പം. അതുകൊണ്ട് റേച്ചാൻ പറയും ഇങ്ങനെ വാട്സപ്പിൽ ഇങ്ങനെ റേച്ചാനടുത്ത് ഇന്ന സാധനം കൊണ്ടുപോകാമെന്ന് പറയുവാന്നേലും ആളും മറന്നു പോകും. അതുകൊണ്ട് പറഞ്ഞ് നീ പറയണ്ട, നീ എന്തുവാന്നുള്ളത് എനിക്കൊരു ലിസ്റ്റ് എഴുതി എനിക്ക് വാട്സപ്പ് ചെയ്തേക്കണമെന്ന്. അപ്പോൾ ഞാൻ ഇവിടെ അടുക്കളയിൽ നിന്നാണേ അവിടെ പോൾമോനും റേച്ചാനോട് എന്തെങ്കിലുമൊക്കെ മലയാളത്തിൻ്റെ കാര്യം പറഞ്ഞ് ഭയങ്കര ചിരി. അങ്ങനെ ഞാൻ വീഡിയോയും കൊണ്ടൊന്ന് എടുക്കാൻ ചെന്നപ്പോഴത്തേന് പോൾ നിർത്തി. എന്തുവാന്ന് ചോദിച്ചിട്ട് അടുക്കളയിൽ നിന്നുണ്ടെങ്കിൽ എനിക്ക് ക്ലിയർ ആയിട്ട് കേട്ടില്ല. അവിടുത്തെ ചിരി കേട്ടിട്ട് ഞാൻ അങ്ങോട്ട് ചെന്നതാ. എന്തുവാ ഇത്ര ചിരിക്കാനെന്നും പറഞ്ഞ്, ഇല്ല ഉപ്പും മുളകും കണ്ടതുപോലെ പറഞ്ഞേ. പറയടാ, നീ ഇപ്പൊ പറഞ്ഞത്. നിങ്ങള് മലയാളം പറയുന്നില്ലെന്ന് എല്ലാരും പറയുന്നേ. ഞാൻ മലയാളം പറയും, നല്ലായിട്ട് പറയും. बात हुआ दूसरे से, नरेश से बात हो गया. वो कुरियर का ये था, पिकअप का लोगन वाला था. तो अभी आप उधर. हाँ. റേച്ചാൻ അന്നേരം കൊറിയറുകാർക്ക് ഫോൺ ചെയ്യുമായിരുന്നു. നമ്മുടെ ഇവിടെ സ്ഥിരം വരുന്നൊരു പുള്ളിക്കാരനുണ്ട്. ആ പുള്ളിക്കാരൻ വരുവാണെങ്കിൽ എനിക്ക്, കാരണം 3 വർഷം കൊണ്ട് ഈ പുള്ളിയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ പുള്ളി അവധി എങ്ങാണോ ഉണ്ട്, ഒരു ദിവസം അയാൾ നാട്ടിൽ പോകുമോ, എന്തെങ്കിലും പ്രശ്നത്തിൽ അയാൾ വരാതിരിക്കുകയാണെങ്കിൽ വേറെ ആരെങ്കിലും വിടും. ആ വേറെ ആരെങ്കിലും വരുന്ന സമയത്ത് അവർ ഭയങ്കര സ്ട്രിക്റ്റാണ്. കാരണം ഇപ്പം നമ്മൾ പാക്ക് ചെയ്ത് വരുന്ന ഉടനെ ഇവർ 1/4 കിലോ ആണെങ്കിലും 1/2 കിലോ ആണെങ്കിലും 1 കിലോയുടെ റേറ്റാണ് എടുക്കുന്നത്. ഇപ്പോൾ 1 കിലോ ആരെങ്കിലും അച്ചാർ ഓർഡർ പറയുകയാണെങ്കിൽ നമ്മൾ ആ പാക്ക് ചെയ്ത് വരുന്നുണ്ടെങ്കിൽ ബോക്സിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ ഒരു 100-200 കൂടുതലൊക്കെ ചിലപ്പോൾ വരും. ഈ വരുന്ന മനുഷ്യൻ ഒരു 150 ഗ്രാമൊക്കെ എക്സ്ട്രാ ആണെങ്കിലും അങ്ങാര് സ്ഥിരം വരുന്ന മനുഷ്യൻ എക്സ്ട്രാ എടുക്കത്തില്ല. അതേസമയം വേറെ ആരെങ്കിലും ആണെങ്കിൽ ആ 150 ഗ്രാം ഉണ്ടെങ്കിലും അവർ 1 കിലോയുടെ എടുക്കും. ഒരു പ്രാവശ്യം ഒരു മനുഷ്യന് ഞാനുമായിട്ട് വഴക്കം കൂടി. അയാൾ വന്നിട്ട് 150 ഗ്രാം, ഞാൻ തന്നെ പറയുകയും ചെയ്തു, ഇവിടെ ഞങ്ങൾ സ്ഥിരം ഇങ്ങനെ കൊടുക്കുന്നതാണ്, ആ പുള്ളിക്കാരെ എടുത്തിട്ടില്ല എന്ന് പറഞ്ഞു. അങ്ങാനായിട്ടില്ല. അന്നേരം ഞാൻ ഓൾറെഡി ഈ കറക്റ്റ് റേറ്റ് ആയിരിക്കും എന്ന് പറഞ്ഞ് ആളുടെ കയ്യിൽ നിന്ന് ഞാൻ ഈ അച്ചാർ ഓർഡർ ചെയ്ത ആളുടെ നിന്ന് കൊറിയർ ചാർജും എല്ലാം ഞാൻ വാങ്ങിച്ചു. അത് കഴിഞ്ഞ് അതിൽ ഈ സാധനം ഞാൻ പാക്ക് അയച്ചത്. അപ്പോൾ ഇങ്ങനെ 2 കിലോയുടെ അവരെടുത്തു. ഞാൻ പിന്നെ എൻ്റെ കയ്യിൽ നിന്ന് പൈസ ഇട്ട് കൊടുക്കേണ്ടി വന്നു. ഞാൻ പിന്നെ അവരോട് ഇങ്ങനെ പറഞ്ഞാൽ അവർ വിശ്വസിക്കുമോ? നിങ്ങൾ തന്നെ പറ. അവരെന്തിക്കത്തില്ല, എന്താ പിന്നെ നേരത്തെ പറയാഞ്ഞേന്ന്. കാരണം ഞാൻ ആ റേറ്റ് ആയിരിക്കും ഇവരെടുക്കുന്നതെന്നുള്ള രീതിയിൽ ഇങ്ങനെ തന്നെ വരുവാണെങ്കിൽ എനിക്കൊരു പ്രോബ്ലം, ഒരു ടെൻഷനും ഇല്ല. 150 ഗ്രാമൊക്കെ കൂടുകയാണെങ്കിൽ അയാൾ ചിലപ്പം ഒരു 1.5 കിലോയുടെ എടുക്കും. പക്ഷേ ഡയറക്റ്റ് 2 കിലോയുടെ എടുക്കത്തില്ലായിരുന്നു. ആദ്യമൊക്കെ ഭയങ്കര റേറ്റായിരുന്നു. പിന്നെ റേറ്റൻ ചെന്ന് സംസാരിച്ച് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ബിസിനസ് ഉണ്ട്, ഇടയ്ക്കൊക്കെ ഇങ്ങനെ കാണും, അതുകൊണ്ട് ഇച്ചിരി ഒന്ന് കുറയ്ക്കണമെന്ന്. പിന്നെ അവരിത്ര ആക്കിയതാണ്. ഇപ്പം നമ്മുടെ പരിചയത്തിൽ ആരെങ്കിലും നമുക്കൊരു അച്ചാർ ഓർഡർ തന്നാലും നമുക്കെന്നാൽ അവിടെ പരിചയം വെച്ച് ഒരു ഇച്ചിരിയും കൂടെ എന്നാൽ അധികം ആ ഡബ്ബയിൽ സ്ഥലം ഉണ്ടെങ്കിൽ ഇടാമെന്ന് വെച്ചാലും ഈ കൊറിയർ ചാർജിൻ്റെ ഇത് ഓർത്ത് നമ്മൾക്ക് ഇടാൻ തോന്നത്തില്ല. കാരണം നമ്മളിപ്പോൾ ഒരു 50 ഗ്രാമോ അങ്ങാണം ഒരു അച്ചാർ ഇടുവാണെങ്കിൽ അവർ 1 കിലോയുടെ ചാർജ് എടുക്കത്തില്ലേ? ആ അബദ്ധമാണ്. അപ്പം നമ്മുടെ മീൻകറിയൊക്കെ ഇവിടെ റെഡിയായി. ഞാൻ ഇച്ചിരി വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. കപ്പയും ഞാനൊന്ന് ഇളക്കി എടുത്തിട്ട്, ഞാൻ പറഞ്ഞിട്ട് നന്നായിട്ട് വേവുന്ന കപ്പയായിരുന്നു. കുക്കറിലൊന്നും അടിക്കേണ്ട ആവശ്യം വന്നില്ല. എന്നാലും 2 പ്രാവശ്യം ഞാൻ ഊറ്റി. അപ്പം നമ്മുടെ കപ്പയും മീൻകറിയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷം ഇതൊക്കെയായിരുന്നു. നിങ്ങൾക്ക് വീഡിയോ അല്പമെങ്കിലും ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ഇടാനും മറക്കരുതേ. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കണേ. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു. ടേക്ക് കെയർ. ബൈ. സീ യു.